അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി എന്ന ഒരുപാട് കറാമത്തുകൾ ലോകത്ത് കാണിച്ച് ലോകത്തോട് വിട പറഞ്ഞ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുടെ ആ ചെറിയ ചരിത്രം ഇൻഷാ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. അത്ഭുത കപ്പൽ എന്ന അതിമഹത്തായ ചരിത്രത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അത്ഭുത കപ്പൽ എന്താണ് ഈ അത്ഭുത കപ്പൽ? ഇത് CKS മൗലവി സ്വന്തം നിർമ്മിച്ചുണ്ടാക്കിയ ഒരു ചരിത്രമാണോ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടുകഥയായിരിക്കോ എന്നൊക്കെ ചിന്തിച്ച് പല സംശയത്തിന്റെ നിഴലോടെ കൂടെ ആയിരിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഈ സദസ്സിൽ വന്നിട്ടുണ്ടാകുക. എന്നാൽ പ്രമാണത്തിന്റെ പിൻബലത്തോടുകൂടെ ഈ കാലഘട്ടത്തിൽ ഓരോരുത്തരും മനസ്സിലാക്കി വെക്കേണ്ട ഒരു സുന്ദരമായ ചരിത്രമാണ് അത്ഭുത കപ്പൽ. ഇൻഷാ അല്ലാഹ് എന്താണ് ഈ ചരിത്രത്തിന്റെ കണ്ടന്റ്? ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്, ഇന്ന് നാം കേട്ടു പരിചയമുള്ള ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ബാഗ്ദാദിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നത്. ബാഗ്ദാദ് എന്ന് കേൾക്കുമ്പോൾ വിശ്വാസികളുടെ മനതലങ്ങളിൽ ഓടിയെത്തുന്നത് ഒരുപാട് ആത്മീയ നായകന്മാരുടെ പേരാണ്. എല്ലാ ഔലിയാക്കളുടെയും മേലെ നിൽക്കുന്ന, എല്ലാ ഔലിയാക്കളുടെയും മുമ്പിൽ നിൽക്കുന്ന മഹാനായ ഒരു വലിയ ബഹുമാനപ്പെട്ട അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ബാഗ്ദാദിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ബാഗ്ദാദ് എന്ന് പറയുന്ന പ്രവിശ്യയിൽ മഹാനായ ഒരു മനുഷ്യൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ജുനൈദ് എന്നാണ്. ജുനൈദുൽ ബഗ്ദാദി എന്നാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ഭക്തിയിലും ആദരവിലും അള്ളാഹുവിന്റെ അലംഘനീയമായിരിക്കുന്ന നിയമ വ്യവസ്ഥകളെ ജീവിതത്തിൽ പാലിക്കാൻ തയ്യാറായി വളരെ സൂക്ഷ്മ നിരീക്ഷണത്തോടുകൂടെ ജീവിച്ച ഒരു മഹാമനുഷ്യയായിരുന്നു ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി. സദാസമയത്തും അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ ദിക്ർ കൊണ്ട് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. പകലന്തിയോളം സുന്നത്ത് നോമ്പെടുക്കുന്നു. രാത്രി കാലങ്ങളിൽ തഹജ്ജുദ് നിസ്കാരവും മറ്റു സുഹൃതങ്ങളും ചെയ്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മഹാനായ ജുനൈദുൽ ബഗ്ദാദി ഒരു ദിവസം തന്റെ നാട്ടിലുള്ള ആ ബാഗ്ദാദ് എന്ന് പറയുന്ന നാട്ടിൽ കടൽ തീരമുണ്ട്. ആ കടൽ തീരത്ത് വന്ന് അല്പം വിശ്രമിക്കാമെന്ന് ചിന്തിച്ച് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ആ ആഴക്കടൽ ആർത്തിരമ്പുന്ന തിരമാലകൾ അലയടിച്ചുയരുന്ന ആ സമുദ്ര തീരത്ത് ഒരൽപ്പം വിശ്രമിക്കാൻ വേണ്ടി അദ്ദേഹം വന്നിരുന്നു. ഹാവ്, എന്ത് ഭംഗിയുള്ള കാഴ്ച, എന്ത് അത്യത്ഭുതകരമായ സൃഷ്ടിപ്പ്! അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ച് ആഴക്കടലിലേക്ക് നോക്കിയിട്ട് ആ അത്ഭുതങ്ങൾ കണ്ടിട്ട് ജുനൈദുൽ ബഗ്ദാദി കടൽ തീരത്തിരിക്കുമ്പോ അതാ ആ ആഴക്കടലിന്റെ തിരമാലകളെ മുറിച്ചു മാറ്റിയിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു അത്ഭുത കപ്പൽ ആ കടൽ തിരമാലകളെ മുറിച്ചു മാറ്റിയിട്ട് ബാഗ്ദാദിന്റെ ജെട്ടിയിലേക്ക്, ബാഗ്ദാദിന്റെ കടൽ തീരത്തേക്ക് പതുക്കെ പതുക്കെ അടുക്കുന്നു. ഏതാണ് ആ കപ്പൽ? ആരാണ് ആ കപ്പലിലെ യാത്രക്കാർ? നമുക്കൊന്ന് പരിശോധിക്കാം. ബഹറിന്റെ തീരമിലന്ന് ബഹുമാനർ വന്ന് ഇരുന്ന് കരുണക്കടലാം റബ്ബേ തുതിച്ചിടുന്നേ, ദിക്ർ ഉരുവിടുന്നേ, റബ്ബിൽ അടുത്തോര് വണക്കത്താൽ കഴിഞ്ഞിടുന്നേ. ബഹറിന്റെ തീരമിലന്ന് ബഹുമാനർ വന്ന് ഇരുന്ന് കരുണക്കടലാം റബ്ബേ സ്മരിത്തിടുന്നേ, ദിക്ർ ഉരുവിടുന്നേ, റബ്ബിൽ അടുത്തോര് വണക്കത്താൽ കഴിഞ്ഞിടുന്നേ. നേരമിൽ കപ്പൽ
ഒന്ന് അണഞ്ഞ് തീരമിൽ വന്ന് നിൽക്കുന്നേ. നേരെ നടന്ന് കരുണര് കപ്പൽ തന്നിൽ ചെന്ന് കേറുന്നേ. നേരമിൽ കപ്പല് ഒന്ന് അണഞ്ഞ് തീരമിൽ വന്നത് നിൽക്കുന്നേ. നേരെ നടന്ന് കരുണര് കപ്പൽ തന്നിൽ ചെന്ന് കേറുന്നേ. നീനത്തു വന്നേ സഫർ നടത്താനന്നേ. നീനത്തു വന്നേ സഫർ നടത്താനൊന്നേ. പകരതിൻ സഫിനത്തും ചലിച്ചിടും നേ. ബഹറിന്റെ തീരമിലന്ന് ബഹുമാന്യർ വന്നിരുന്ന് കരുണക്കടലാം റബ്ബെ സ്മരിത്തിടുന്നേ. ദിക്ർ ഓരോ വീടുന്നേ. റബ്ബിൽ അടുത്തോര് വണക്കത്താൽ കഴിഞ്ഞിടുന്നേ. കാണാൻ നല്ല ഭംഗിയുള്ള ആ അത്ഭുത കപ്പൽ കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി ആ കടലിലൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന കപ്പലിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി. എന്തൊരു ഭംഗിയാണ് ആ കപ്പൽ കാണാൻ. ആ കപ്പൽ കരയിൽ ജെട്ടിയിൽ വന്ന് നങ്കൂരമിട്ടിരിക്കുന്നു. അതിൽ നിന്ന് കുറേ ആളുകൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങാടിയിൽ വന്ന് അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ച് അവരൊക്കെ വീണ്ടും കപ്പലിൽ തന്നെ കയറി. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആബിദായ സൂഫിയായ ഔലിയാക്കളിൽപ്പെട്ട ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ചിന്തിച്ചു, പടച്ചവനെ, കടലിലൂടെയുള്ള യാത്ര ഇന്ന് വരെ ഞാൻ യാത്ര ചെയ്തിട്ടില്ല. അത് സന്തോഷകരമായ ഒരു യാത്രയായിരിക്കും, സമാധാനപരമായ യാത്രയായിരിക്കും. അതെ, കടലിലൂടെയുള്ള യാത്ര അത് നല്ല സുഖമുള്ളൊരു യാത്രയായിരിക്കും എന്ന് ചിന്തിച്ചപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു കടൽ യാത്രയോടുള്ള ഒരു ഇഷ്ടം വർദ്ധിച്ചു വരികയാണ്. പിന്നെ ബഹുമാനപ്പെട്ടവരൊന്നും ചിന്തിച്ചില്ല, ആ കപ്പലിലേക്ക് ഓടി അങ്ങോട്ട് കയറി. കപ്പലിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ നൂറുകണക്കിന് ആളുകളും അവര് കപ്പലിനകത്തേക്ക് കയറി. അതാ കപ്പിത്താൻ കപ്പലിൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. കപ്പൽ നങ്കൂരമിട്ട കപ്പൽ ബാഗ്ദാദിന്റെ ജെട്ടിയിൽ നിന്ന് വീണ്ടും പുറപ്പെടുകയാണ്. അങ്ങനെ ആ അത്ഭുത കപ്പൽ പതുക്കെ പതുക്കെ തിരമാലകളെ മുറിച്ചു മാറ്റിയിട്ട് മുന്നോട്ട് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജുനൈദുൽ ബഗ്ദാദി കപ്പലിനകത്തിരുന്ന് ആഴക്കടലിന്റെ അത്ഭുതവും കണ്ട് അള്ളാഹുവിൽ ദിക്റുകൾ ഉരുവിട്ടുകൊണ്ട് കപ്പലിനുള്ളിൽ ഇരിക്കുകയാണ്. കരയിന്നകന്നല്ലോ സഫീനത്തന്നേ, സഫീനത്തന്നേ, കടലിൽ അതിദൂരം കടന്നിടുന്നേ, കടന്നിടുന്നേ. കപ്പലകം തന്നിൽ കുതുകുലമാം, കുതുകുലമാം, കള്ളും കളിയും പിൻ പലവിധമാം, പലവിധമാം. മൊഞ്ച് പെരുത്തുള്ള മണിമങ്കകൾ, മൊഞ്ചിൽ ലിബാസിട്ട തരുണിയാർകൾ, മൊഞ്ച് പെരുത്തുള്ള മണിമങ്കകൾ, മൊഞ്ചിൽ ലിബാസിട്ട തരുണിയാർകൾ, കൊഞ്ചി കുഴഞ്ഞേറെ നടന്നിടുന്നേ, നടന്നിടുന്നേ. നെഞ്ചിൽ മനസകം കുളിർപ്പിക്കുന്നേ, കുളിർപ്പിക്കുന്നേ. കരയിന്നകന്നല്ലോ സഫീനത്തന്നേ, സഫീനത്തന്നേ, കടലിൽ അതിദൂരം കടന്നിടുന്നേ, കടന്നിടുന്നേ. കപ്പലകം തന്നിൽ കുതുകുലമാ, കുതുകുലമാ, കള്ളും കളിയും പലവിധമാ, പലവിധമാ. പ്രിയപ്പെട്ടവരെ, ആ കപ്പൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു. ജുനൈദുൽ ബഗ്ദാദി ആനന്ദകരമായ കാഴ്ചകൾ കണ്ട് അത്ഭുതപ്പെട്ട് ആ കപ്പലിൽ ഇരിക്കുകയാണ്. എന്നാൽ ആ കപ്പലിലെ യാത്രക്കാർ ആരാണെന്നോ കപ്പൽ എങ്ങോട്ടാ പോകുന്നതെന്നോ ജുനൈദുൽ ബഗ്ദാദിക്ക് അറിയില്ല. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിലെ യാത്രക്കാരാരാണെന്ന് അറിയോ നിങ്ങൾക്ക്? അതൊരു പറ്റം ടൂറിസ്റ്റുകളായിരുന്നു, അത് ഒരു പറ്റം വിനോദസഞ്ചാരികളായിരുന്നു. അതിൽ ബ്രഹ്മാടികളായ ഒരുപാട് ആണും പെണ്ണും അവര് ആ കപ്പലിനകത്ത് അവർക്ക് ഇഷ്ടം പോലെ ആടി പാടി രമിച്ച് സുഖിച്ച് ഒരു കപ്പലിൽ ടൂർ നടത്തുകയായിരുന്നു. ആ കപ്പലിലാണ് ബഹുമാനപ്പെട്ടവര് കയറിയിരിക്കുന്നത്.
പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സുന്ദരികൾ ആ കപ്പൽ ഉണ്ട്, ഒരുപാട് സുന്ദരന്മാരായ യുവാക്കളും ആ കപ്പലിൽ ഉണ്ട്. എന്നാൽ കപ്പൽ ജീവനക്കാരികളായ ഒരു പറ്റം സുന്ദരികളായ ഏതുപോലെ ഏതു പുരുഷ ഹൃദയങ്ങളെയും വികാരം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന അതീവ സൗന്ദര്യത്തിന്റെ നിറകുടങ്ങളായ നൂറുകണക്കിന് ടൂറിസ്റ്റുകളെ സുഖം കൊള്ളിക്കാൻ, ടൂറിസ്റ്റുകളെ സന്തോഷിപ്പിക്കാൻ ആ കപ്പലിൽ ജീവനക്കാരികളുണ്ട്. ആ സമയത്ത് മനം കവരുന്ന തരുണികൾ വന്ന് മതവിളകും മലർമൊഴികളാൽ നിന്ന് മതിവരുവോളം ലഹരി പടർന്നവർ ആടുകയായി. കണ്ട് മതിമറന്ന കിലവും നൃത്തവും വെച്ച് കുതൂഹലമായി. മനം കവരുന്ന തരുണികൾ വന്ന് മതമിളകും മലർമൊഴികളാൽ നിന്ന് മതിവരുവോളം ലഹരി പകർന്നവർ ആടുകയായി. കണ്ട് മതിമറന്ന അഖിലവും നൃത്തവും വെച്ച് കുതൂഹലമായി. കള്ളിൻ കോപ്പുകളേന്തിയണഞ്ഞ് കടമിഴിയാൽ കണ്ണുമെറിഞ്ഞ്, കള്ളിൻ കോപ്പകൾ ഏന്തിയണഞ്ഞ് കരിമിഴിയാൽ കണ്ണുമെറിഞ്ഞ് കൽബ് കലക്കി കൗതുകത്തോടവർ പാടുകയായി. മധുരം പുരട്ടിയ ഇഷ്കിൻ വരികളാൽ തേന്മഴ പെയ്യുകയായി. പ്രിയപ്പെട്ടവരെ, ആ കപ്പലിലുള്ള വിനോദ സഞ്ചാരികളായിരിക്കുന്ന സ്ത്രീകൾ അവർ ഔറത്ത് മറക്കാത്തവരാണ്, വയറു മറക്കാത്തവരാണ്, ശരീരം മറക്കാത്തവരാണ്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, ആ കപ്പലിൽ യാത്ര ചെയ്യുന്ന യുവാക്കളും സുന്ദരന്മാരുമായിരിക്കുന്ന പുരുഷന്മാരെ വികാരം കൊള്ളിപ്പിക്കുന്ന രൂപത്തിലുള്ള നൃത്തം ചവിട്ടുന്നു അവര്, ഒപ്പന കളിക്കുന്നു അവര്, ആടുന്നു അവര്, പാടുന്നു അവര്. അതുപോലെ തന്നെ യുവാക്കൾക്ക് ഹരം കൊള്ളിക്കുന്ന രൂപത്തിലുള്ള നൃത്തങ്ങൾ ചവിട്ടുന്നു അവര്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ആ യുവാക്കൾക്ക് കൗതുകകരമായ കപ്പിൽ കോപ്പകളിൽ അതാ ആ സുന്ദരികൾ മദ്യമൊഴിച്ചു കുടിപ്പിക്കുന്നു അവരെ. അവരെ ഇഷ്ടത്തിനൊത്ത് സഹകരിക്കുന്ന വൃത്തികെട്ട തമ്മാടികളായ വേശ്യാവൃത്തി ചെയ്യുന്ന ഒരു പറ്റം സ്ത്രീകളും പുരുഷന്മാരുമുള്ള ഒരു വലിയ കപ്പലിലായിരുന്നു ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി എത്തിപ്പെട്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണോ, കപ്പൽ ജെട്ടിയിൽ നിന്നെടുത്ത് ആഴക്കടലിലേക്ക് എത്തുമ്പോ അവരുടെ തനി സ്വഭാവം പുറത്തു വരുന്നു. എന്താണ് അവർ ചെയ്യുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. അരികിൽ അണഞ്ഞ് കഥയും പറഞ്ഞ്, അരികിൽ അണഞ്ഞ് കഥയും പറഞ്ഞ് നാരികളന്ന് ഖുശിയായി, ഹൂറികളേറെ ഖുശിയായി. നടക്കുന്ന ഹാലിൽ നനതവർ ചേലിൽ അകലെ ഒരുത്തൻ ജലസായി, അകം തന്നെ വെറുപ്പായി. തരുണികൾ പാടി പാട്ടുകൾ പാടി, തരുണികൾ പാടി പാട്ടുകൾ പാടി നടന്ന് അവരും മണവായി, മുത്തോരെ ചാരെ വരവായി. അരികിലണഞ്ഞ് കഥയും പറഞ്ഞ് നാരികൾ അന്ന് ഖുശിയായി, ഹൂറികൾ ഏറെ ഖുശിയായി. നടക്കുന്ന ഹാലിൽ നലത്തവർ ചേലിൽ അകലെ ഒരുത്തൻ ജലസായി, അകം തന്നിലേറെ വെറുപ്പായി. പ്രിയപ്പെട്ടവരെ, പുരുഷ ഹൃദയങ്ങളെ വികാരഭരിതരാക്കുന്ന നൃത്തങ്ങളും ഗാനങ്ങളും ആലപിക്കുന്ന സുന്ദരികൾ, സുമുഖികൾ, ഏതൊരു പുരുഷ ഹൃദയങ്ങളും ആ സുന്ദരികളെ കണ്ടാൽ വികാരത്തെ വിളിച്ചു നിർത്തുന്ന അത്രയ്ക്കും അതീവ സൗന്ദര്യ റാണികളതാ അവര് നൃത്തം ചെയ്യുന്നു, ഗാനങ്ങൾ ആലപിക്കുന്നു, സുന്ദരന്മാരായ യുവാക്കളെ ഹരം കൊള്ളിക്കുന്നു. ഇഷ്ടപ്പെട്ട സ്ത്രീകളുമായി അവർ ലൈംഗികാസ്വാദനത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ആകമാനം ഒരു വൃത്തികെട്ട ഒരു ഏർപ്പാട് ആ കപ്പലിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജുനൈദുൽ
ബഗ്ദാദി ചിന്തിച്ചു, റബ്ബേ, ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് ഈ വൃത്തികെട്ട കപ്പലിലാണോ? ഈ വൃത്തികേട് കാണാനാണോ, അനുഭവിക്കാനാണോ? മനസ്സ് വേദനിച്ചുകൊണ്ട് ജുനൈദുൽ ബഗ്ദാദി എന്ത് ചെയ്യണമെന്നറിയാതെ കപ്പലിലിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, സുന്ദരികളായ സ്ത്രീകൾ ആടിപ്പാടി യുവാക്കളുടെ അരികിലെത്തുന്നു. എന്നിട്ടോ തരുണികൾ പാടി പാട്ടുകൾ പാടി നടന്നവരും അണവായി, മുത്തോര് ചാരവരവായി, രാഗങ്ങൾ പാടി നഗ്നമാലാടി ആമംഗകൾ വരവായി, ആവേശത്താൽ വരവായി. ഓരോ യുവാക്കളുടെ മുമ്പിലും വന്ന് അവരുടെ ആ ശരീരത്തിന്റെ മികവും ആ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും കാണിച്ചുകൊണ്ട് യുവാക്കളെ ഹരം കൊള്ളിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി ആഴക്കടലിലേക്ക് നോക്കി അള്ളാഹുവിന്റെ അതിമഹത്തായ സൃഷ്ടിപ്പിന്റെ അഗാധമായ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സുന്ദരികളും സുമുഖികളുമായ ഏതൊരു പുരുഷ ഹൃദയങ്ങളെയും വികാരത്തെ തൊട്ടുണർത്തുന്ന അത്രയ്ക്കും സൗന്ദര്യ റാണികൾ ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദിയുടെ മുമ്പിൽ, ജുനൈദുൽ ബഗ്ദാദിയുടെ ചുറ്റും വളഞ്ഞു നിന്നിരിക്കുന്നു. എന്നിട്ട് അവർ ആനന്ദ നൃത്തം ചെയ്യുന്നു, സുന്ദരമായ ഗാനങ്ങൾ ആലപിക്കുന്നു. പക്ഷേ അവരെത്ര ആടിയാലും എത്ര പാടിയാലും ജുനൈദുൽ ബഗ്ദാദി അങ്ങോട്ട് ശ്രദ്ധിക്കുന്നില്ലെന്ന് മാത്രമല്ല, ഒരേ ദൃഷ്ടിയില് കപ്പലിനകത്ത് നിന്ന് കടലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ജുനൈദുൽ ബഗ്ദാദിയെ പഠിച്ച പണി 18 ഈ സ്ത്രീകൾ പയറ്റി നോക്കി. പക്ഷേ ജുനൈദുൽ ബഗ്ദാദിയുടെ കണ്ണ് നിമവെട്ടിക്കാൻ ആ സുന്ദരികൾക്ക് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, അവർക്ക് നിരാശയായി, സ്ത്രീകൾക്ക് നിരാശയായി. എന്ത്? ഞങ്ങളുടെ സൗന്ദര്യത്തിൽ വഴിപ്പെടാത്ത ഒരു പുരുഷനും ഈ കപ്പലിൽ യാത്ര ചെയ്യുന്നില്ല, ഞങ്ങളുടെ ഗാനങ്ങളും നൃത്തങ്ങളും ഇഷ്ടപ്പെടാത്ത ഒരൊറ്റ യുവാക്കളും ഈ കപ്പലിലില്ല. ഇദ്ദേഹം തലപ്പാവ് ധരിച്ച് താടിവെച്ച പ്രകാശപൂരിതമായ മുഖമുള്ള ഈ മനുഷ്യൻ എന്തേ ഞങ്ങളുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാവാതിരുന്നത്, ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാത്തത്? എന്താ ഞങ്ങളുടെ നൃത്തങ്ങളും ഗാനങ്ങളും ആസ്വദിക്കാത്തത്? ഈ ഒരു ചോദ്യം ആ സ്ത്രീകളെ വല്ലാതെ അലട്ടി. എത്ര പാടിയാലും മാടിയാലും ബഹുമാനപ്പെട്ട ജുനൈദുൽ ബഗ്ദാദി അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം ഹറാമ് കാണുന്നത് അപകടമാണ്. അന്യ സ്ത്രീകളുടെ ശരീരം സ്പർശിക്കുന്നതും ശരീരം കാണുന്നതും കടുത്ത ഹറാമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് കാണാം. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലു ഐനിൻ ബാക്കിയ ഇല്ലാ ഐനുൻ വല്ലത്ത് അൻ മഹാരിമില്ലാ. നാളെ മഹ്ശറാലോകം, പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ചെന്നെത്തേണ്ട ഒരു വലിയ പ്രവിശാലമായ ഒരു വലിയ സംഗമമുണ്ട്. അത് ഏത് സംഗമം പോലെ? ചെമ്പിന്റെ തറയിൽ അതേ ഒരു ചാണുയരത്തിൽ സൂര്യൻ കത്തിജ്വലിക്കുകയാണ്. എല്ലാവരും വിഷമത്തിലാ, എല്ലാവരും പ്രയാസത്തിലാ, എല്ലാവരും വേദനയിലാ. സ്വന്തം മക്കൾക്ക് മാതാപിതാക്കളെ കുറിച്ച് ചിന്തയില്ല, സ്വന്തം മാതാപിതാക്കൾക്ക് മക്കളെ കുറിച്ചുള്ള ഓർമ്മയില്ല, കുടുംബ ബന്ധങ്ങൾ അവിടെയില്ല. എല്ലാവരും ചിന്തിക്കുന്നത്, പടച്ചവനെ, ഈ പരീക്ഷണത്തിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ, ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. ഇതല്ലേ മഹ്ശറിന്റെ അവസ്ഥ. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, സന്തോഷിക്കുമ്പോഴും ആഹ്ലാദിക്കുമ്പോഴും നാളെ നമുക്ക് മരിച്ചു പോകേണ്ടവരാണ്, നാളെ ഖബറിലെത്തേണ്ടവരാണ്, നാളെ മഹ്ശറിലെ വിചാരണകളെ അഭിമുഖീകരിക്കേണ്ടവരാണ് എന്ന ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കണ്ടില്ലേ നിങ്ങൾ, വിയർപ്പിന്റെ ഗണങ്ങളിൽ മുങ്ങിപ്പൊങ്ങുകയാണ്. വിയർപ്പിന്റെ ഗണങ്ങളിൽ മുങ്ങിപ്പൊങ്ങുമ്പോ മനുഷ്യോൽപത്തിയുടെ തുടക്കം കുറിച്ച ആദിമ മനുഷ്യനെന്ന് അവകാശപ്പെടുന്ന അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽക്ക് അന്ത്യപ്രവാചകൻ വരെ ശഫാഅത്തിന് വേണ്ടി കേണപേക്ഷിക്കുമെന്ന നബിമാർ പലരോടും തേടും അതുപോലെ രക്ഷിക്കാൻ അധികാരം ഇല്ലാവരാലേ.
വേഗം വിചാരണ വേണം പിതാവേ, ആദ്യ പിതാവായ ആദം നബിയേ. ഓരോ പ്രവാചകന്മാരുടെ അടുക്കൽ ചെന്നുകൊണ്ട് ശഫാഅത്തിന് വേണ്ടി കേണപേക്ഷിക്കുമ്പോ എല്ലാവരും കൈയൊഴിയപ്പെടുമ്പോ അവസാനം ശഫാഅത്തിന്റെ അധികാരി, ശഫാഅത്തിന്റെ അവകാശി, മാനവികതയുടെ മനതലങ്ങളിൽ മാറ്റത്തിന്റെ മണിമന്ത്രം മുഴക്കിയ മദീനയിലെ രാജാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ ജനങ്ങളും കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. കരഞ്ഞ് കരഞ്ഞിട്ട് അവരുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. ആരുടെ കണ്ണുകൾ? കുല്ലു ഐനിൻ ബാക്കിയ, എല്ലാ ജനങ്ങളും കരഞ്ഞ് കരഞ്ഞവരുടെ കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇല്ലാ ഐനുൻ അല്ലാഹു അൻ മഹാരിമില്ല, ചില ന്യൂനപക്ഷത്തിന്റെ കണ്ണുകളിൽ സന്തോഷം വിടർന്നു നിൽക്കുന്നു. ചില ന്യൂനപക്ഷത്തിന്റെ കണ്ണുകളിൽ സന്തോഷം സ്ഫുരിച്ചു നിൽക്കുന്നു. ആരാ സന്തോഷിക്കുന്നവരെന്നോ? ആരാണ് സന്തോഷിക്കുന്നവരെന്നോ? അതേ, അവര് ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് ഹറാമിലേക്ക് അവരുടെ കണ്ണുകളെ തിരിച്ചിട്ടില്ല, ഹറാം അവരെ കണ്ടിട്ടില്ല. ഹറാമിനെ കുറിച്ച് കാണാത്ത കണ്ണുകളിൽ നാളെ മഹ്ശറാലോകത്ത് സന്തോഷം വിടർന്നു നിൽക്കുമെന്ന് 14 മുമ്പ് പരിശുദ്ധ റസൂൽ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അപ്പൊ ഹറാം കാണാൻ പറ്റൂല, അത് കണ്ണിന്റെ വ്യഭിചാരമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജുനൈദുൽ ബഗ്ദാദി ചിന്തിക്കുകയാണ്, പടച്ചോനെ, ഹറാം കാണേണ്ട ഒരു അവസ്ഥ നീ എനിക്ക് തരരുത്. അന്യ സ്ത്രീകളുടെ മാംസളമായ ഔറത്തിന്റെ ഭാഗങ്ങൾ പുറത്തേക്കെടുത്തിട്ട് അവരാടുന്നു, പാടുന്നു, നൃത്തം ചെയ്യുന്നു, തലപ്പാവ് ധരിച്ച് താടിയും വെച്ച് പ്രകാശപൂരിതമായ മുഖത്തോടു കൂടെ ഇരിക്കുന്ന സുന്ദരനും സുമുഖനുമായ ജുനൈദുൽ ബഗ്ദാദിയുടെ ശ്രദ്ധ തെറ്റിപ്പിക്കാൻ ഈ സ്ത്രീകള് പഠിച്ചതും പയറ്റി നോക്കി, പക്ഷേ ശ്രദ്ധ തെറ്റിപ്പിക്കാൻ കഴിയുന്നില്ല. ജുനൈദുൽ ബഗ്ദാദിയുടെ കണ്ണൊന്ന് ഇമവെട്ടിക്കാൻ, കണ്ണൊന്ന് അനക്കാൻ ആ സുന്ദരികളെ കൊണ്ട് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പ്രിയപ്പെട്ടവരെ, ഈ സുന്ദരികളായ സ്ത്രീകൾക്ക് വാശിയായി, വൈരാഗ്യമായി. ഓഹോ, നമ്മുടെ കപ്പലിൽ യാത്ര ചെയ്യുന്ന എല്ലാ പുരുഷന്മാരും ഞങ്ങളെ കൊണ്ട് സുഖിക്കുന്നു, ഞങ്ങളുടെ ഗാനങ്ങൾ ആസ്വദിക്കുന്നു, ഞങ്ങളുടെ നൃത്തങ്ങൾ അവർ ആസ്വദിക്കുന്നു, ഞങ്ങളുമായി സല്ലപിക്കുന്നു, ഞങ്ങളുമായി സുഖിക്കുന്നു. എന്നാൽ ഇതൊന്നും കാണാത്ത മട്ടിൽ, ഇതൊന്നും കേൾക്കാത്ത മട്ടിൽ ഈ കപ്പലിൽ യാത്ര ചെയ്യുന്ന ഇദ്ദേഹം ഒരു മനുഷ്യനാണോ? അവർ ചിന്തിക്കുകയാണ്, ഇദ്ദേഹം ഒരു മനുഷ്യനാണോ? അങ്ങനെ ചിന്തിക്കും. നമുക്കറിയാം, ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം എന്തെല്ലാം പരീക്ഷണങ്ങൾക്ക് വിധേയരായി, അല്ലേ? എന്തെല്ലാം പരീക്ഷണത്തിന് വിധേയരായി. സുലൈഖ എന്ന് പറയുന്ന സുലൈഖ ബീവിയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ബഹുമാനപ്പെട്ടവരെ കാണിച്ച കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ ഈമാൻ വർദ്ധിക്കും നമുക്ക്. വിശുദ്ധ ഖുർആൻ അത് തന്നെയാ പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്, കഥകളിൽ വെച്ച് ഏറ്റവും നല്ല കഥ എന്ന് യൂസുഫ് നബി ചരിത്രം പറയാനുള്ള കാരണം എന്താ? അതിൽ നല്ല മെസ്സേജുകളുണ്ട്. ഈ കർണാനന്ദകരമായ ഈ ദുനിയാവിന്റെ പളപളപ്പിലും സുഖാനുഭൂതിയിലും മതിമറന്ന് ജീവിക്കുന്ന വിശ്വാസികൾക്ക് പാഠം ഉൾക്കൊള്ളാൻ കഴിയുന്ന പല ഭാഗങ്ങളും ആ ചരിത്രത്തിലുണ്ട്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം ിൽ കീരി പകതാരിൽ നുരഞ്ഞ് പദവിയാം സുലൈഖ ബി പല സൂത്രം മേനഞ്ഞ്
പരിശുദ്ധ കുസുമത്തിൻ മണം കൊള്ളാൻ തുനിഞ്ഞ് നടന്നതും നേരാണേ, അവിടന്ന് പിടിച്ചതും ശരിയാണേ. മണിമുത്ത് സുലൈഖാന്റെ മനതാരിൽ കവർന്നോരം മുഹബത്തിൻ കഥയാണേ. യൂസുഫിൻ മേനിച്ചോറുക്ക് കണ്ട് മതം കൊണ്ട് കൊതിപുണ്ട് മോഹിച്ച കഥയാണേ. വേദം ഓതിയ പൊരുളാണേ. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വശീകരിക്കാൻ സുലൈഖ ശ്രമിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന പ്രവാചകനായ യൂസുഫ് നബി അലൈഹിസ്സലാം ആ സുലൈഖ എന്ന് പറയുന്ന സൗന്ദര്യ റാണിയുടെ ഇംഗിതത്തിനു വഴങ്ങാതിരുന്നതിന്റെ കാരണം അതാണ് പാരത്രിക മോക്ഷം, അതാണ് വിശ്വാസികളുടെ ലക്ഷ്യം. കണ്ടോ ജുനൈദുൽ ബഗ്ദാദി എങ്ങനെ ആടിയിട്ടും പാടിയിട്ടും ആ കളിയിലേക്ക് ശ്രദ്ധിക്കണില്ല. എന്താ ചെയ്യാ അവർക്ക് ദേഷ്യം വന്നു. പ്രിയപ്പെട്ടവരെ ആ കപ്പലിൽ ഈ സ്ത്രീകളുടെ ഒരു സയ്യിദത്തുണ്ട്, ഒരു നേതാവുണ്ട്. എന്താ അവളുടെ പേരെന്നറിയോ? അങ്ങോട്ട് നോക്ക്. ഷഅബാന. പേര് പോലെ തന്നെ പുരുഷ ഹൃദയങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അത്രയ്ക്കും അതീവ സൗന്ദര്യത്തിന്റെ നിറകുടമായ ഷഅബാന എന്ന് പറയുന്ന വേശ്യാവൃത്തി നടത്തുന്ന ഒരു പെണ്ണാണ് ആ കപ്പലിലെ ഇവരുടെ ലീഡറായിട്ടുള്ളത്, ഇവരുടെ സയ്യിദത്തായിട്ടുള്ളത്. സൗന്ദര്യത്തിൽ അവളെ വീറ്റടിക്കാൻ ആ കാലത്ത് ആ നാട്ടിൽ ഒരു സ്ത്രീയും ഉണ്ടായിരുന്നില്ല. സ്ത്രീകളൊക്കെ ചെന്ന് ഷഅബാനത്തിനോട് കംപ്ലൈന്റ് പറഞ്ഞു, പ്രിയപ്പെട്ട നേതാവേ, നമ്മുടെ കപ്പലിൽ എല്ലാ പുരുഷന്മാരും സന്തോഷത്തിലാണ്, പക്ഷേ കപ്പലിൽ ഒരു യുവാവ് യാത്ര ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ശ്രദ്ധ തെറ്റിക്കാൻ ഞങ്ങൾ പലതും പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. അതൊന്നും ശ്രദ്ധിക്കാതെ എന്തോ ഒരു മാനസിക രോഗിയെ പോലെ ചുണ്ടുകൊണ്ടിങ്ങനെ പിറുപിറുത്ത് ആഴക്കടലിലേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കി മരിച്ച മയ്യത്തിരിക്കും പോലെ ഇരിക്കാണ്, എങ്ങോട്ടും ശ്രദ്ധിക്കണില്ല. അദ്ദേഹത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്ന് ഷഅബാനത്തെന്ന് പറയുന്ന അതീവ സൗന്ദര്യമുള്ള വേശ്യാവൃത്തി ചെയ്യുന്ന ആ സ്ത്രീയോട് ചെന്ന് ആ തോഴിമാര് സങ്കടം പറഞ്ഞപ്പോ ഷഅബാനത്തൊരു പ്രതിജ്ഞ എടുത്തു. ഓഹോ, ആ മനുഷ്യൻ ആരാണെങ്കിലും അവന്റെ ശ്രദ്ധ ഞാൻ തെറ്റിപ്പിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട് അങ്ങനത്തെ ഒരു പുരുഷനുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അവളുടെ ശരീരത്തിനിണങ്ങുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചു. അതാ ആ പെൺകുട്ടി ചുണ്ടിൽ ലിപ്സ്റ്റിക് ഇട്ടു, പ്ലക്ക് ചെയ്ത് പുരികം വൃത്തിയാക്കി, പൗഡറിട്ട് റോസ് പൗഡറിട്ട് മിനുസപ്പെടുത്തി, ആപ്പിൾ പൂ പോലെ മൃദുലമായ മുഖവുമായിട്ട് മിന്നിത്തിളങ്ങുന്ന വസ്ത്രവുമായിട്ട് അതാ ഷഅബാന ജുനൈദുൽ ബഗ്ദാദി